സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ്. ഹായ്, കോഴിക്കോട് ചെറുവണ്ണൂരാണ്. സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണങ്ങൾ നടന്നിരുന്നു. ഞാൻ ഇതിന് മുന്നേ വീഡിയോകൾ ചെയ്തിരുന്നത്. ഇന്ന് എത്രത്തോളം വർക്കുകൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ അപ്ഡേഷനുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റോഡിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. റോഡിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം വർക്ക് നടക്കുന്നതുകൊണ്ട് ഇതിന്റെ ഭാഗങ്ങൾ, സെന്റർ ഭാഗം ഇങ്ങനെ അടച്ചു വെച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ഇതൊക്കെ വീഡിയോ കാണിച്ചിരുന്നത്. ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ്. ഇത് നന്നാക്കാത്തത് കൊണ്ടാണ് വാഹനങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇവിടെ ഡ്രൈനേജിന്റെ മുകളിൽ ആളുകൾക്ക് നടന്നു പോവാൻ ഒരു ഇരുമ്പ് ഷീറ്റ് ഇട്ട് അതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ പതുക്കെ സ്ലോവിലാണ് വർക്കുകൾ നടക്കുന്നത്. ഇനിയും ഒരുപാട് ഗർഡറുകൾ മുകളിൽ വെക്കാനുണ്ട്. ആ ഭാഗത്തൊക്കെ ഗർഡർ വെക്കാനുള്ളത്. വർക്കൊന്നും ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാൻ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇവിടെ കുറെ ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചതല്ലാതെ പുതിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നമുക്കിനി വർക്ക് നടക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ കുറച്ച് സെന്റർ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഡ്രൈനേജിന്റെ മുകളിൽ ഷീറ്റ് വിരിച്ച് അതിലൂടെ തന്നെയാണ് ആളുകൾ നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് റോഡിന്റെ ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന. ഈ സർവീസ് റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് വാഹനങ്ങൾ കുഴിയിൽ ചാടി പതുക്കെ ആയതുകൊണ്ട്, വലിയ വാഹനങ്ങൾ കൂടുതലായിട്ട് കടന്നു പോയതുകൊണ്ട് റോഡ് വേഗത്തിൽ കേടായതാണ്. അപ്പൊ ഇവിടെ എത്ര പെട്ടെന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് സമരവും ഒച്ചും ബോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫ്ലക്സുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നേ. എന്താണെന്നറിയില്ല, ഈ ഏകദേശം ഒരു വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ടും വർക്കുകൾ വലിയൊരു പുരോഗതിയൊന്നും വന്നിട്ടില്ല. അതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇപ്പം സ്ലാബിൻ്റെ വാർത്തിട്ടുണ്ട്. ഇരു ഭാഗത്ത് സ്ലാബ് വാർത്തത് കാണാം നമുക്ക്. ഏകദേശം സെൻറ്റർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ്. ഗർഡറുകൾ വെച്ച് പുതിയ മാറ്റങ്ങളൊന്നും വന്നാൽ കാണുന്നില്ല. ഇതാണ് ഗർഡർ ഉയർത്തുന്ന മെഷീന്. കോഴിക്കോട് തൃശ്ശൂർ ബസ്സാണ് വരുന്നത്. ഇതുവഴി യാത്ര ചെയ്യേണ്ട ബസ്സുകൾ ഇതുവഴി തന്നെ പോകണം. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ബസ്സിനൊന്നും സ്റ്റാൻഡിൽ എത്താൻ പറ്റാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കമ്പനി തന്നെ രാമനാട്ടുകര ഭാഗത്ത് ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ യാത്രകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമനാട്ടുകര, ഫറൂഖ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ടൗണിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡും കൂടെയാണ്. ഇതിൻ്റെ മുകളിലാണ് ഇവിടെ ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത്. ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വളരെ സ്ലോവിലാണ് ഇപ്പോഴും നടക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഭയങ്കരമായ തിരക്കാണ്. ഫറൂഖ് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ബസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുനിന്ന്, രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ലൈനിൽ ക്യൂ ആയി നിൽക്കുന്നു. അതുപോലെ കുറച്ച് ഫ്രണ്ട് ഭാഗത്ത് കുന്നത്ത് പാലം അങ്ങോട്ടൊക്കെ പോകുന്ന അവിടെ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ്റെ ഭാഗത്തും വലിയ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. വൈകുന്നേരങ്ങളിൽ, ഞായറാഴ്ചകളിൽ, അതുപോലെ ലീവുള്ള ഒഴിവുള്ള ദിവസങ്ങളിൽ കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഗർഡർ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നത്. നമുക്ക് ആളുകൾക്ക് കടന്നു പോവാൻ പറ്റുന്ന രീതിയിൽ പോലും അല്ല, അത്രയ്ക്കും ബ്ലോക്കാണ് ചില സമയത്തൊക്കെ ഉണ്ടാവാറ്. കുറേ വാഹനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഫറൂഖ് ഭാഗത്തേക്ക് വരുന്നു, ഇവിടുന്ന് വാഹനങ്ങൾ രാമനാട്ടുകര ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ബ്ലോക്കുകൾ കൊണ്ട് വളരെ ടൈം എടുക്കുന്നുണ്ട് ഇതുവഴിയുള്ള യാത്രകൾ. കോഴിക്കോട് ടൗണിലേക്ക് മറ്റു ഭാഗത്തൂടെ വഴി ഉണ്ടെങ്കിൽ ആ വഴി യാത്ര ചെയ്യുകയായിരിക്കും. ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അധികം സ്വന്തമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ അതുവഴി യാത്ര ചെയ്യുകയാണ് നല്ലത്. ബസ്സുകൾക്കൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഇതുവഴി തന്നെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ വലിയ ബ്ലോക്കിൽ ഇവിടെ പെട്ടു പോകും. ഇല്ല, ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഫില്ലറിൻ്റെ വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിൽക്കുകയാണ്. വാഹനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കുണ്ടിലും കുഴിയിലൊക്കെ ചാടി പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ വലിയ കുഴികളുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചെറിയ വാഹനങ്ങൾക്കൊക്കെ വളരെ പതുക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം അത് കൂടുതൽ വലിയ ബ്ലോക്കായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുവഴി അല്ലാതെ യാത്ര ചെയ്യാൻ അറിയുന്നവർ മറ്റ് ഭാഗത്തൂടെ ടൗണിലേക്ക് പോവുക,
അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഭാഗത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് പോലീസിനെ നിർത്തി ഗതാഗത നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഏകദേശം 700 മീറ്റർ നീളത്തിലാണ് ഫ്ലൈ ഓവർ വരുന്നത്. അതിൽ 4 വരി ട്രാക്കുകൾ ഉണ്ടാകും. വളരെ വേഗത്തിൽ വർക്കുകൾ കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ഇപ്പം ഈ ഭാഗത്ത് ഡ്രെയിനേജിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ നമുക്ക് ഈ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്ത് സ്ലാബിങ് ചെയ്ത് കഴിഞ്ഞു. ഇന്റർലോക്ക് വിരിക്കാനുള്ള ഒരു ഭാഗങ്ങളാണ് എഡ്ജായി കാണുന്നത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തെ സ്ഥലത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ രീതിയിൽ അവിടെ ഒന്ന് താഴ്ത്തിയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഊരാളുങ്കലിലെ വർക്ക് നമുക്ക് പറയുകയാണെങ്കിൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വർക്കുകൾ. അവർ സ്ലാബൊക്കെ ചെയ്ത് കണ്ടില്ലേ, ഈ ഭാഗത്ത് അവർ കറക്റ്റായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇന്റർലോക്ക് വിരിക്കാനുള്ള ഭാഗം മാത്രം അവിടെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലോ ആണ് വർക്ക്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം വർക്കേഴ്സിനൊന്നും കാണുന്നില്ല ഈ ഭാഗത്ത്. ഇവിടെ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഈ ഫ്ലൈ ഓവറിന്റെ ഏറ്റവും വലിയ ഒരു ജംഗ്ഷൻ വരുന്ന ഭാഗം ഈ ഭാഗത്താണ്. കൊളത്തറ കുന്നത്തുപാലം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഈ ഭാഗത്തുള്ള ഒരു ജംഗ്ഷനിൽ ഇവിടെയൊക്കെ ഇപ്പോഴും ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ, ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയും പുതുതായിട്ട് ഗർഡർ ലോഞ്ചിങ് ചെയ്തതായിട്ട് എവിടെയും കാണുന്നില്ല. ഈ ഫില്ലറിന്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകാൻ. അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ആണ് കറക്റ്റായിട്ട് ജംഗ്ഷൻ കാണിക്കാൻ. ഇങ്ങനെയാണ് ഈ ജംഗ്ഷൻ ഇപ്പോഴുള്ള വർക്ക്. ആ ഭാഗത്ത് ഒരു റൗണ്ട് ഓപ്പോട്ടിനുള്ള എന്തോ ലൈറ്റിന്റെ കാലോ അങ്ങനെ എന്തോ വരാനുണ്ട്. ആ ഭാഗത്ത് അവിടെ ഒരു ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഗർഡർ പുതുതായിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് താഴോട്ട് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറെ നെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കമ്പിയും കല്ലൊന്നും താഴെ വീഴാതിരിക്കാനുള്ള വഴിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഭാഗത്തും ഒരു ഗർഡർ ലോഞ്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പിൽ കുറവാണ്. ഇവിടെ 4 ഗർഡർ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരു സൈഡിൽ കഴിഞ്ഞത് കാണുന്നുണ്ട്. ഇനി മുൻവശത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താണ് ഇവിടെ ഇത്രയും വർക്ക് ഡിലേ ആവാൻ കാരണം അറിയില്ല കേട്ടോ. ഇത് ഗർഡറുകളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ വെച്ച് അവരെ യാർഡുകളിലൊക്കെ വെച്ച് അവിടെ വെച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇവിടെ കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് അധികം നടക്കാറുള്ളത്. നമ്മൾ ഹൈവേ വർക്കിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് തോന്നുന്നത് ഈ ഭാഗത്തും. അവിടെ ഇപ്പൊ കാണുന്നത് അവര് അവിടെ വെച്ച് തന്നെ അത് വർക്ക് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കണ്ടല്ലോ, ആ ഭാഗത്ത് അവിടെ മെഷീന് വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് അവര് ചെയ്യുന്നത്. ഇതാണ് ബസ്സുകളൊക്കെ അവര് വളരെ വേഗത്തിൽ അവർക്ക് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള എൻഡ് ഭാഗം വരുന്ന ഭാഗത്തുള്ളൊരു കാഴ്ച. ഇവിടെയൊക്കെ ഗർഡറുകൾ 5 ഗർഡറുകൾ ഇവിടെ 6 ഗർഡറുകൾ ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ജോയിന്റിങ് ചെയ്യാനുണ്ട്, വാർപ്പുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ച് റോഡിന്റെ ആ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ റോഡാണെങ്കിലും ഇത് പൊളിഞ്ഞു പോയത് കൊണ്ടാണ് ഇതുവഴി വാഹനങ്ങൾക്ക് പതുക്കെ പോവാൻ ഒരു സിറ്റുവേഷൻ വന്നത്. ചാടിയാണ് അധിക വാഹനങ്ങളും പോകുന്നത്. അങ്ങനെയാണ് കൂടുതലും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഭാഗത്തേക്കാണ് വന്ന് അവസാനിക്കുന്നത്. ഇവിടെ ഒരു ടാറിങ് മെഷീനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്.
വാഹനങ്ങൾ കണ്ടില്ലേ, അവിടുന്ന് ഒരു കുഴി പോലെയാണ് ആ ഭാഗത്തുനിന്ന്. ഇവിടെയൊക്കെ ടാർ ചെയ്യാതെ കിടക്കുന്ന പോലെയാണ്. ടാറിങ് കഴിഞ്ഞ സ്ഥലം തന്നെയാണ്, അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ പോയതുകൊണ്ടായിരിക്കാം, പിന്നെ വേണ്ടത്ര ക്വാളിറ്റിയിലൊന്നും അവർ ടാർ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വാഹനങ്ങൾ പതുക്കെ പോയിട്ടാണ് സമയം പോകുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്യുന്നത്. അത് എന്താണ് കറക്റ്റ് സമയത്ത് ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഈ അടുത്താണ് ഇതിൻ്റെ ചെയർമാൻ, ULCCൻ്റെ ചെയർമാൻ മരിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണത്താലൊക്കെയാണ് അറിയില്ല, വർക്കേഴ്സിനെ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെ, വർക്കേഴ്സൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ റോഡ് ഒരു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് പോലെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇത് നമ്മൾ ഹൈവേക്കൊക്കെ കാണുന്ന പോലെ ഡ്രൈനേജിൻ്റെ വർക്കും ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്നുണ്ട്. ഓരോ പാർട്ടിക്കാരും ഓരോ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ബോർഡ് കാണുന്നുണ്ട് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്, വർക്ക് വേറൊരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത്. ഏകദേശം 1.5 വർഷമായല്ലോ ആണ് മണ്ണിട്ട് ഉയർത്തിയൊരു ഭാഗം. ഇനി ഈ ഹൈറ്റിലേക്കായിരിക്കാം റോഡ് വരാനുള്ളത്, അതുകൊണ്ട് ഇവിടെ ക്ലിയർ ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നത്. ഇവിടെ കണ്ടില്ലേ, ഈ സ്ഥലത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് സ്ലാബ് അവർ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ ഈ ഹൈവേ വർക്കിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു വൃത്തിയായിട്ടുള്ള രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് കാണാനൊന്നും ഒട്ടൊരു വൃത്തിയില്ല. അവർ അത് അവിടെ നിർത്തിപ്പോയിട്ട് ശേഷം പിന്നെ അവിടെ വന്ന് വീണ്ടും അവിടെ ആ ഭാഗത്ത് മാത്രം ഒരു ചെറിയ താഴ്ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ഒട്ടൊരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഹൈവേ വർക്കിൽ നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇവരെ വർക്കൊക്കെ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്തുകൊണ്ട് ഡിലേ ആവുന്നതെന്നുള്ളത് ചിലപ്പോൾ പല സാങ്കേതിക കാരണങ്ങളുണ്ടാവും. കറക്റ്റ് ടൈമിന് പൈസ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വർക്കേഴ്സിൻ്റെ കുറവായിരിക്കും, മെറ്റീരിയൽസിൻ്റെ കുറവായിരിക്കും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്തുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.